അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കട്ടിയാണെന്നൊന്നും പറയുന്നത്, ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം ഏത്? അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം കാണ്ഡഹാർ, ഗസ്നി, കാബൂൾ, ഹെറാത്ത്. പറയുന്നുണ്ട് 3 എന്ന് പറയുന്നുണ്ട്, കാബൂൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സൗദാമിനി കാബൂൾ പറയുന്നുണ്ട്. ഓക്കെ, അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം ഏതാണ്? കാണ്ഡഹാർ, ഗസ്നി, കാബൂൾ, ഹെറാത്ത്. അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാല് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് കേൾക്കാം കേട്ടോ. വർഗീസ് കെ പി കാബൂൾ പറയുന്നുണ്ട്. സൗദാമിനി എനിക്കൊരു ഹാർട്ടൊക്കെ തരുന്നുണ്ട്. വൈഷ്ണവ് കാബൂൾ പറയുന്നുണ്ട്. ഓക്കെ, അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ കാബൂൾ ആണ് കറക്റ്റ് ആൻസർ. ദ പ്ലെയർ ആണ് ആദ്യം നമുക്ക് കമന്റ് ചെയ്തത്. കാബൂൾ എന്ന് ദ പ്ലെയർ ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു കേട്ടോ. ഞാൻ ഓപ്ഷൻ പറയുന്നതിന് മുന്നേ തന്നെ ദ പ്ലെയർ കറക്റ്റ് ആൻസർ പറഞ്ഞു. കുറെ പേര് കാബൂൾ എന്ന് പറഞ്ഞു. ഓപ്ഷൻ പറയുന്നതിന് മുന്നേ ആൻസർ കുറച്ചുപേര് പറഞ്ഞു. കാബൂൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാവുന്നു, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. ഉണ്ണികൃഷ്ണനെ കണ്ടില്ലല്ലോ ഇന്ന്. ചൊവ്വ, ഭൂമി, വ്യാഴം, ശനി. സൗരയൂഥത്തിലെ വലിയ ഗ്രഹം, ഏറ്റവും വലിയ ഗ്രഹം. ഓക്കെ, ദ പ്ലെയർ പറയുന്നു കാർത്തിക വന്നിട്ടുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? ചൊവ്വ, ഭൂമി, വ്യാഴം, ശനി. ഓക്കെ, ആൻസർ ഓടി പോകുന്നു. കാർത്തിക ജൂപ്പിറ്റർ എന്ന് പറയുന്നുണ്ട്. ദ പ്ലെയർ പറയുന്നുണ്ട് ചൊവ്വ എന്ന് പറയുന്നുണ്ട്. വൈഷ്ണവ് പറയുന്നുണ്ട് വ്യാഴം എന്ന് പറയുന്നത്. ജൂപ്പിറ്ററിന്റെ മലയാളം കൂടെ പറയും. വൈഷ്ണവ് വ്യാഴം പറയുന്നുണ്ട്. സൗദാമിനി ജൂപ്പിറ്റർ പറയുന്നുണ്ട്. അനുചേട്ടൻ 4 പറയുന്നുണ്ട്. ശനി എന്ന് പറയുന്നുണ്ട്. വർഗീസ് കെ പി വ്യാഴം പറയുന്നുണ്ട്. യദു പറയുന്നുണ്ട് ഡി ABCD ശനി എന്ന് പറയുന്നുണ്ട്. ലിജോ ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട്. ശിവാനി 4 പറയുന്നുണ്ട്. ശനി എന്ന് പറയുന്നുണ്ട്. ദ പ്ലെയർ സബ് ചെയ്തു. താങ്ക് യു പ്ലെയർ. ലിജോ പ്ലെയറെ സബ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓടി വരാം കേട്ടോ. ലിജോ 2 എന്ന് പറയുന്നുണ്ട്. ഏതാണ് 2? ഭൂമി എന്ന് പറയുന്നുണ്ട്. യദു 3 പറയുന്നുണ്ട്. വ്യാഴം പറയുന്നുണ്ട്. യദു വ്യാഴം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴം കേട്ടോ. ദ പ്ലെയർ ആണെന്ന് തോന്നുന്നു ആദ്യം. അല്ല, വൈഷ്ണവാണ് കറക്റ്റ് ആൻസർ ആദ്യം പറഞ്ഞു കേട്ടോ. വൈഷ്ണവാണ് ആദ്യം. കാർത്തിക പറഞ്ഞു, പ്ലെയർ പറഞ്ഞു, വൈഷ്ണവ് പറയുന്നുണ്ട് വ്യാഴം എന്ന് പറയുന്നുണ്ട്. വൈഷ്ണവാണ് കറക്റ്റ് ആൻസർ ആദ്യം കമന്റ് ചെയ്തത് കേട്ടോ. ഒത്തിരി പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആദ്യം കമന്റ് ചെയ്താണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ശ്രീകൃഷ്ണപുരത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പറഞ്ഞത് വൈഷ്ണവേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാവുന്നു. ഇന്ത്യയിൽ എത്തിയ ആദ്യ വിദേശികൾ ആര്? ചൈനക്കാർ, യവനർ, അറബികൾ, പോർച്ചുഗീസ്. പ്ലസ് ഇരിക്കുന്നു. വൈഷ്ണവ് അതായത് ഇന്ത്യയിൽ എത്തിയ ആദ്യ വിദേശികളാണ് ചോദ്യം കേട്ടോ. ആദ്യ വിദേശികളാണ് ചൈനക്കാർ, യവനർ, അറബികൾ, പോർച്ചുഗീസുകാർ. വൈഷ്ണവ് പറയുന്നുണ്ട് പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത്. അനുചേട്ടൻ പോർച്ചുഗീസുകാർ എന്ന് പറയുന്നുണ്ട്. ശിവാനി പോർച്ചുഗീസ് എന്ന് പറയുന്നുണ്ട്. കാർത്തിക പോർച്ചുഗീസ് എന്ന് പറയുന്നുണ്ട്. സൗദാമിനി അറയിൽ എന്ന് പറയുന്നുണ്ട്. അതെന്താ അറബികളെന്നോ? അറബികളാണോ സൗദാമിനി എഴുതിയത്? അറയിൽ എന്നായി പോയി. ലിജോ 2 പറയുന്നുണ്ട്. യവന എന്ന് പറയുന്നത്. മിനിയാക്കി 2 പറയുന്നുണ്ട്. വൈഷ്ണവ് അറബികൾ എന്ന് പറയുന്നുണ്ട്. ചേച്ചി ശിവാനി വന്നല്ലോ, സന്തോഷം. അതെ, ശിവാനി ഇന്ന് വന്നു കേട്ടോ. ശിവാനി വന്നിട്ട് കണ്ണു വയ്ക്കുന്നു. ഇന്ന് ആള് കൂടുതലാണല്ലോ എന്ന് കേട്ടോ വന്നത്. വർഗീസ് കെ പി 4 പറയുന്നുണ്ട്. നമ്മുടെ ഇനി ആരാ? ഇന്ത്യയിൽ എത്തിയ ആദ്യ വിദേശികൾ ആര് എന്നാണ് ചോദ്യം. ചൈനക്കാർ, യവനർ, അറബികൾ, പോർച്ചുഗീസുകാർ കേട്ടോ. ശിവാനി ഞാൻ കണ്ണു വെച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ചൈനക്കാർ, യവനർ, അറബികൾ, പോർച്ചുഗീസുകാർ. ഇതാണ് നമ്മുടെ ഓപ്ഷൻ. കറക്റ്റ് ആൻസർ അറബികളാണ് കേട്ടോ. അറബികളാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇന്ത്യയിൽ എത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. നമുക്കിവിടെ കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത് നമ്മുടെ സൗദാമിനി അറയിൽ എന്ന ആൻസർ പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു അറബികളാണോ? അതായത് വൈഷ്ണവ് പോർച്ചുഗൽ പറഞ്ഞു, അനുചേട്ടൻ 4 പറഞ്ഞു, ശിവാനി 4 പറഞ്ഞു, കാർത്തിക 4 പറഞ്ഞു, സൗദാമിനി ആണ് അറയിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറബികളാണോ എന്ന് ചോദിച്ചപ്പോൾ സൗദാമിനി പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സൗദാമിനിയാണ് കറക്റ്റ് ആൻസർ പറഞ്ഞു കേട്ടോ. സൗദാമിനിക്ക് ഒരു ക്ലാപ്പൊക്കെ പറയണം. എന്താ പ്ലെയർ പറയുന്നുണ്ട്? എന്ത് പറയുന്നുണ്ട് പ്ലെയർ? അറബികളെന്ന് പറഞ്ഞോ? എന്തായാലും അറബികൾ നമ്മുടെ സൗദാമിനിക്ക് കൊടുക്കാം കേട്ടോ. സൗദാമിനി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ